ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഓഫർ സെയിൽ വീഡിയോ ആണ്. അതിൽ എപ്പീഷ്യയാണ് റെഡ് ഫ്ലവർ ഉണ്ടാകുന്ന 10 രൂപയാണ്. എപ്പോഴും ഫ്ലവർ ഉണ്ടാവും, മഴയൊന്നും ഒരു പ്രശ്നമില്ല. ഇത് മഴയത്ത് തന്നെ നിൽക്കുന്നതാണ്. ഈ പ്ലാന്റിന് 20 രൂപയാണ്. ഇത് ഒരു റെഡ് ഫ്ലവറാണ്, ഇതിന് 10 രൂപയാണ്. പിങ്ക് ഫ്ലവറാണ് ഇതിന്. ഇതൊക്കെ മഴയത്താണ് നിൽക്കുന്നത്, എന്നാലും ഒരു കുഴപ്പമില്ല. ഇത് യെല്ലോ ഫ്ലവർ ഉണ്ടാകുന്നതാണ്, 30 രൂപയാണ്. ഇതിന് 40 രൂപയാണ്. ഒരു റെഡ് ഫ്ലവർ ഉണ്ടാകുന്നതാണ്, ഇതിന് 50 രൂപയാണ്. നല്ല ഭംഗിയാണത് കാണാൻ. ഇതൊരു ഫിറ്റോണിയാണ്, ഗ്രീൻ, നല്ല പടർന്നിരിക്കും, 20 രൂപയാണ്. ഇതൊരു വയലറ്റ് ഫ്ലവർ ഉണ്ടാകുന്ന വയലറ്റ് ജാസ്മിനോ മറ്റോ ആണ്, കറക്റ്റ് പേരെനിക്കറിയത്തില്ല. 60 രൂപയാണ്. ഇത് അരേലിയാണ്, 20 രൂപയാണ്. ബോർഡറായിട്ടൊക്കെ വെക്കാൻ നല്ലതാണ്. ഇത് പേർഷ്യൻ ഷീൽഡിൻ്റെ ഒരു ചെറിയ തൈയാണ്, 40 രൂപയാണ്. വലിയ തൈയും അവൈലബിളാണ്. ഇത് നിയോൺ പോത്തോസാണ്, അതിൻ്റെ തൈകളും അവൈലബിളാണ്, 10 രൂപയാണ്. ഇങ്ങനെ ബുഷിയായിട്ടൊക്കെ വെക്കാൻ നല്ല ഭംഗിയാണ് കാണാൻ. നമ്മൾ കൊറിയർ അയക്കുന്ന DTDC അല്ലെ സ്പീഡ് പോസ്റ്റ് വഴിയാണ്. ഇത് ചോക്ലേറ്റ് ലീഫോട് കൂടിയ ഒരു സിങ്കോണിയം വെറൈറ്റിയാണ്, 20 രൂപയാണ്. പ്ലാന്റ്സ് ഓർഡർ ചെയ്യുന്നവർ ഇതിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി, വിളിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾ അഡ്രസ്സ് എഴുതുമ്പോൾ പിൻകോഡും ഫോൺ നമ്പറും ഒക്കെ കൃത്യമായിട്ട് വെക്കാൻ ഓർക്കണം. ഇത് പിങ്ക് സ്പ്ലാഷാണ്, ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല. ഇതും ഒരു സിങ്കോണിയം വെറൈറ്റിയാണ്, 10 രൂപയാണ് ഇതിൻ്റെ തൈ. ഇതിന് 30 രൂപയാണ് ഇതിൻ്റെ തൈകൾ. ഇത് നാരോ ലീഫുള്ള ഒരു സിങ്കോണിയാണ്, 30 രൂപയാണ്. ഇത് മാർബിൾ പോത്തോസാണ്, 40 രൂപയാണ്. മഴക്കാലമാണെങ്കിൽ നന്നായിട്ട് പിടിച്ചു കിട്ടുന്ന പ്ലാന്റ്സാണ് ഇതിൽ കാണിച്ച മിക്കവയും. അങ്ങനെ ചീഞ്ഞു പോകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. ഇതൊരു പിങ്ക് ലൈനോട് കൂടിയ സിങ്കോണിയാണ്, 20 രൂപയാണ്. ഇത് വെരിഗേറ്റഡ് പീസ് ലില്ലിയാണ്, 80 രൂപയാണ്. വെരിഗേറ്റഡ് പീസ് ലില്ലിയുടെ തൈയാണ്. അടുത്തതെന്ന് പറയുന്ന അലൂമിനിയം പ്ലാന്റാണ്, 20 രൂപയാണ്. അടുത്തത് പീകോക്ക് ഫേണാണ്, 30 രൂപയാണ്. ഫേണൊക്കെ ഈ മഴക്കാലത്ത് നന്നായിട്ട് പിടിച്ചു കിട്ടുന്ന പ്ലാന്റ്സാണ്. ഇത് മണിമുല്ലയുടെ വലിയ തൈയാണ്, 80 രൂപയാണ്. ഇനി ഡിസംബറിലൊക്കെ നന്നായിട്ട് പൂ പിടിക്കുന്നതാണ്. ഇതിപ്പോഴേ വെച്ചാലും അത് പൂ പിടിച്ചോളും. അതിൻ്റെ ചെറിയ തൈയാണ്, 40 രൂപയുടെ. മണിമുല്ലയുടെ തന്നെയാണ്. ഇതൊക്കെ എളുപ്പം പിടിച്ചു കിട്ടുന്ന പ്ലാന്റ്സാണ്, ഒന്ന് നശിച്ചു പോകുന്ന ചെടികളല്ല, വേഗം തൈകൾ ഉണ്ടാക്കാനും പറ്റും. ഇത് സെയിലിന് അവൈലബിളാണ്. ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല, 100 രൂപയാണ്. ഇത് ഡക്ക് ഫീറ്റാണ്, 40 രൂപയാണ്. ജിഫിയിലുള്ള പ്ലാന്റാണ്, വെൽ റൂട്ടഡ് ആണ്. ഇതൊരു ക്രീപ്പറായിട്ടൊക്കെ വളർത്താൻ നല്ലതാണ്. ഇത് അടുത്തതെന്ന് പറയുന്നത് ക്രിസ്മസ് കാക്ടസ് ആണ്, 50 രൂപയാണ്. ഇതും ജിഫിയിലുള്ള പ്ലാന്റാണ്. ഈ ഫേണും സെയിലിന് അവൈലബിളാണ്, 40 രൂപയാണ്. ഇതിൻ്റെ തൈകളും ഇപ്പോഴും സെയിലിനുണ്ട്. ഇതിൻ്റെ തൈയും അവൈലബിളാണ്, 20 രൂപയാണ്. അടുത്തതെന്ന് പറയുന്നത് ബ്ലാക്ക് അലോക്കേഷ്യയാണ്. ഇതും സെയിലിന് അവൈലബിളാണ്, 30 രൂപയാണ്. അടുത്തതെന്ന് പറയുന്നത് ഈ കലേഡിയമാണ്, അത് സെയിലിനുണ്ട്, 30 രൂപയാണ്. ഇനി കുറച്ച് ബിഗോണിയാണ്. ഇതൊക്കെ സെയിലിനുള്ള ബിഗോണിയാണ്, വലിയ ലീഫാകുന്നതാണിത്. ഈ തൈയുണ്ട്, 40 രൂപയാണ്. 40 രൂപയാണ് ഇതിനും. ഇതിൻ്റെ തൈകളും അവൈലബിളാണ്, 40 രൂപയാണ്. ഇതിൻ്റെ തൈയുണ്ട്, 70 രൂപയാണ്. ഇതും ഒരു പടർന്നു കയറുന്ന ഒരു ബിഗോണിയാണ്, 30 രൂപയാണ്. ഈ ക്രീപ്പർ പ്ലാന്റിന് 10 രൂപയാണ്. ഇത് നല്ല വെയിലത്ത് വെക്കുകയാണെങ്കിൽ ഇത് ഇതുപോലെ വൈറ്റായിട്ട് നിൽക്കും. ഇതൊരു അഗ്ലോണിമ വെറൈറ്റിയാണ്. ഇതിൻ്റെ തൈ കൊണ്ട് 70 രൂപയാണ്. കൃഷിയായിട്ടൊക്കെ നിൽക്കും. ഈ അച്ചീവ്മെൻറ്റ്സ് പ്ലാന്റിൻ്റെ ഈ ഇപ്പോഴും ഞാൻ കാണിക്കുന്ന തൈകളാണ് സെയിലിനായിട്ടുള്ളത്, 30 രൂപയാണ്. ഈ കളറിലെ ഫ്ലവറാണ്. ഇതിപ്പോൾ നമ്മൾ മേടിച്ച് വെച്ചാലും കുറച്ച് ഈ മഴക്കാലത്തെല്ലാം ഫ്ലവർ ഉണ്ടാകും. എന്നിട്ട് ഈ ചെടി നശിച്ചു പോയാലും അടുത്ത വർഷം അത് പിന്നെയും അത് കിളിച്ച് വരുന്നതാണ്. വേനൽക്കാലത്ത് ഇത് പൂ പിടിക്കത്തില്ല, മഴക്കാലത്ത് പൂ പിടിക്കുന്നതാണ്. ഇതിൻ്റെ പേരും എനിക്ക് അറിഞ്ഞൂടെ, അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ.
ഇതുപോലെ ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ടൊക്കെ ഇടാൻ നല്ലതാണ്. ഈ പൂ ഇത്രയേ ഉള്ളൂ, ഇത് ഇനി വിരിയത്തില്ല. യെല്ലോ ഫ്ലവറാണ്. ഈ പ്ലാന്റും അവൈലബിൾ ആണ്. 40 രൂപയാണ്. അതിൽ ആ റെഡ് കാണുന്ന ഫ്ലവറൊന്നും അല്ല, അത് ബോൾസത്തിൻ്റെ പൂക്കൾ അതിലോട്ട് വീണാണ്. ഇതാണ് പേർഷ്യൻ ഷെൽഡ് സ്വല്പം കൂടെ വലുതായത്, 60 രൂപയുടെ തൈകൾ. ഇത് സെയിലിനുണ്ട്, 30 രൂപയാണ്. ഇത് വലുതായി കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും, ലീഫൊക്കെ നന്നായിട്ട് വൈറ്റായിട്ടിരിക്കും. ഇത് റെഡ് വാലന്റൈനാണ്, 140 രൂപയാണ് തൈകൾ, സെയിലിനുണ്ട്. ഇതൊരു ലിപ്സ്റ്റിക് പ്ലാന്റാണ്, 30 രൂപയാണ്. ഇതിൻ്റെ തൈകളും അവൈലബിൾ ആണ്, 50 രൂപയാണ്. അടുത്തതെന്ന് പറയുന്നത് ബ്ലാക്ക് ഐഡ് സൂസനാണ്. മഴക്കാലത്തെയും വേനൽക്കാലത്തും എപ്പോഴും പൂ പിടിക്കുന്ന ഒരു പ്ലാന്റാണിത്. നമ്മൾ മഴയത്തൊന്നും നട്ടാൽ ഒരു പ്രശ്നവും ഇല്ല, ചീഞ്ഞും പോകത്തില്ല. എപ്പോഴും പൂക്കളുണ്ടാകും, ധാരാളം തൈകളും ഉണ്ടാകും. ഇതാണ് ഞാൻ അയക്കാനായിട്ട് വെച്ചിരിക്കുന്ന തൈകൾ. ഇതിൻ്റെ സൈസ്. ഈ ഗ്രൗണ്ട് ഓർക്കിഡ് സെയിലിനുണ്ട്. ഇവിടെ ഗ്രൗണ്ട് ഓർക്കിഡൊക്കെ നന്നായിട്ട് പൂട്ട് വരുന്ന സമയമാണല്ലോ. ഇതും ഏറെ പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. ഈ 3 വെറൈറ്റിയും സെയിലിനുള്ളതാണ്, 130 രൂപയാണ്. ഒരു തൈയും ഒരു ബൾബും കാണും. ഒരു മെച്ചറായ പ്ലാന്റും ഒരു ബൾബും ആയിരിക്കും ഗ്രൗണ്ട് ഓർക്കിഡിന്. ഈ ക്രീപ്പർ പ്ലാന്റ് സെയിലിനുണ്ട്, 40 രൂപയാണ്. ഇതുപോലെ നന്നായിട്ട് പടർന്ന് കിടക്കും. ഇവിടെ ആണെങ്കിൽ ഒരു ചെറിയ മരത്തേലോട്ട് ഇതിങ്ങനെ പടർത്തി ഇട്ടേക്കുവാണ്. ഇപ്പം നന്നായിട്ട് പൂ പിടിച്ച് കിടക്കുകയാണ്. ഈ പ്ലാന്റും അവൈലബിൾ ആണ്, 20 രൂപയാണ്. ഒരു ക്രീപ്പറാണ്. ഈ അലോക്കേഷൻ സെയിലിനുണ്ട്, 40 രൂപയാണ് ഇതിൻ്റെ തൈകൾക്ക്. ഇതിൻ്റെ കട്ടിങ്സ് ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, തരുന്നതായിരിക്കും. എൻജോയ് പോത്തോസ്. ഇത് ലെമൺ വൈനാണ്. ഇതിൻ്റെ തൈകൾ കൊണ്ട് നന്നായിട്ട് പൂ പിടിക്കുന്നതാണ്.